ഇരിക്കണ്ട കേട്ടാ, തനികുളം കാണിച്ചില്ല. ഇയാൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ കൊണ്ട് കൂട്ടിക്കൊടുത്തില്ലേ? നിങ്ങൾക്ക് അപേക്ഷ വന്ന് അത് നിങ്ങൾ അങ്ങനെ വടി കൊണ്ടിട്ട് തന്റെ വീട്ടിലെ പെണ്ണിനെയും അയാൾക്ക് താൻ കൂട്ടിക്കൊടുക്കോ? എടോ, താൻ ഇൻസ്പെക്ടർ അല്ലടോ, മാമയുടെ. ഒന്ന് പോടോ, താനൊരു വക്കീലാ. നാട്ടുകാരെ മുഴുവനും പറ്റിച്ചിട്ട് ബുദ്ധിമാനെന്ന് പറഞ്ഞ ഇറക്കാനാ. പറ്റിക്കാൻ വേണ്ടി നിയമം വരെ പഠിച്ചിട്ട് വന്നേക്കണം. തന്റെ ഒരു കറുത്ത കോട്ടും വെള്ള ഷർട്ടും തനിക്ക് ഉളുപ്പില്ലേടോ? അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ കഷ്ടപ്പെട്ട് തുണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്. കഴുത്ത് ചരിച്ചു വന്നിട്ട് വായിക്കിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കാണല്ലോ. അല്ല പിന്നെ നാണയില്ലല്ലോടോ. എടാ വായിക്കരിയുടെ അമ്മ അവന്മാരുടെ ഉമ്മക്കെന്തിനാ പാപ്പാ? ഡി പെണ്ണേ, നമ്മുടെ അരി എടുത്ത് കാണിക്കണ പെണ്ണേ. ആ നാറ്റോടിക്കുന്നല്ലേ? ദേ ഇതാണ് 20 വർഷമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്ന അരി. മുഴുവൻ ചെള്ളു മാത്രമേ ഉള്ളൂ. ആ തുണി കൊണ്ട് മൂക്കൊക്കെ പൊത്തി പിടിച്ചോ. ഇതൊന്ന് തിന്നു നോക്കിക്കേ. തിന്നോ? എടോ, തിന്നു നോക്കണോ? ഇതാവണേ, ഞങ്ങൾക്കടെ അരി താനെന്ന് തിന്നു നോക്കണോ? സുബ്രഹ്മണി എന്തായി കാണിക്കുന്നത്? എടോ, ഞങ്ങളുടെ ആളെ പോലെ കൂടെ നിന്ന് ഞങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് MLA ആളായി മാറിയില്ലേ താന്? അതെന്താണെന്നറിയോ? ഞങ്ങളുടെ വേദന നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങളുടെ കഷ്ടപ്പാടെന്താണ് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ ഉള്ള തൊലി മൊത്തം ഊരി കളഞ്ഞിട്ട് ഈ തണുത്ത കാറ്റത്ത് നിന്ന് ഒരു കുട ഉപ്പുവെള്ളം ഉച്ചിയിലോട്ട് ഒഴിച്ചത് അങ്ങോട്ട് വച്ചോ. ആ ഈ ശരീരത്തോട്ട് തണുപ്പ് അങ്ങോട്ട് കയറി നുളഞ്ഞ് കയറി അങ്ങ് പോവും. ഡോ അഴിക്കണോ? അഴിക്കണോ? ഇപ്പോഴേ ഇങ്ങനെ കൈക്കൂലി കടിമയായാലുണ്ടല്ലോ, നാളെ നിങ്ങളൊക്കെ മേൽ ഉദ്യോഗസ്ഥന്മാരായാൽ ഈ നാട് തന്നെ പിച്ചു ചെയ്ത് വിൽക്കുമല്ലോ. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളെ പിടിച്ചിരിക്കുന്ന ബാധ അടിച്ചോടിക്കും ഞങ്ങൾ. കണ്ടോ? നല്ലോണം കൊടുക്ക്. തണുത്ത് വരച്ച് രക്തമുഴുവൻ കട്ടുപിടിച്ച് വിറങ്ങലിച്ച് ഉള്ള ബുദ്ധിയും പോയി 3-4 മണിക്കൂർ ചത്തൊടുങ്ങ്. ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം നീ നേതാവിന്റെ മുമ്പില് നാഗപട്ടണത്തില് നിരാഹാരം, റേഷൻ കാർഡ് കത്തിക്കല് എല്ലാം ഉണ്ടാവും. ഞങ്ങളുടെ ജീവൻ ഒരു ഉത്തരവാദിത്വം ഇല്ല. വിശപ്പിനാണെങ്കിൽ ആഹാരം ഇല്ല. റേഷൻ കാർഡ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ പോവാ. എന്താ ഈ രാഷ്ട്രീയക്കാരന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. അയാൾക്ക് കൂട്ടുന്ന അധികാരികളാ നിങ്ങള്. നിങ്ങൾ ചെയ്ത വലിയൊരു കുറ്റം തന്നെയാ. ഡാ പോലീസേ, ഡാ വക്കീലേ, എടാ കളക്ടറേ, നിങ്ങളുടെ ഒന്നൊരു രോമം പോലും വേണ്ട. നാളെ നിങ്ങളുടെ മന്ത്രിനെ ഞങ്ങൾ നേരിട്ട് കാണാൻ പോവാണ്. പറ്റുമെങ്കിൽ ഒന്ന് തടുത്തു നോക്ക്. അപ്പൊ അറിയാ അത്തിപ്പെട്ടിക്കാരാരാണെന്ന്. ഡാ വലിച്ചിറക്കടാ. ഞങ്ങളുടെ പൊന്നു ഫാദറേ, ഞങ്ങളെ ആ പാപികളെ പരിക്കേൽപ്പിച്ച് അടിച്ചോടിച്ചു, നല്ലോണം കൊടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. മാനവും മര്യാദയും എല്ലാം. ചാണക വെള്ളം മുഖത്തോട്ട് ഒഴിച്ചത്. എന്റെ മുമ്പിൽ ചെരുപ്പ് പോലും ഇടാത്ത പിള്ളേരാ. അവന്മാരോട് ക്ഷമിക്കരുത്. ഒരു തരി പോലും അവന്മാരോട് ക്ഷമിക്കരുത്. ക്ഷമിക്കണം ഫാദറെ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. ജീവന്റെ വില എന്താണെന്ന് അറിയിക്കാൻ അവരെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെടുത്തി ഫാദറെ. എന്റെ പൊന്നു ഫാദറെ, ഞങ്ങൾക്കൊന്ന് മാപ്പാക്കി തരണം കേട്ടാ. ദേശദേവ, ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും കൈവിട്ട് കളഞ്ഞേക്കല്ലേ. കൈവിടരുത്. വിടരുത്, ഒരുത്തനെ ജീവനോടെ വിടരുത്. ഒരു പോലീസുകാരനായ എന്നെ മീൻ പിടിക്കുന്ന അമ്മാര് നാണം കെടുത്തി നാട്ടിച്ചില്ലേ? ഭൂമിപ്പട്ടയവും റേഷൻ കാർഡും തിരിച്ചു തരാൻ പോകുന്നല്ലേ? എന്നാ തരട്ടെ. എടോ, എന്ത് മണ്ടത്തരമായി പറയുന്നേ? അവര് പറയുന്നതാണോ സത്യം? അവന്മാർ റേഷൻ കാർഡും പട്ടയ പത്രങ്ങളും തിരിച്ചു തന്നു കഴിഞ്ഞാൽ സർക്കാരിന് അതൊരു തിരിച്ചടി തന്നെയായിരിക്കും. ഈ നാട്ടിൽ ജനിച്ച ഒരു പൗരൻ തനതായ രീതിയിലല്ലാതെ ഒരു കൂട്ടം ചേർന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലെന്ന് പറഞ്ഞ് റേഷൻ കാർഡും പട്ടയപത്രവും തിരിച്ചു തന്നു കഴിഞ്ഞാൽ അടുത്ത 3 മണിക്കൂറിൽ ഈ ഇരിക്കുന്ന കളക്ടറില്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിലേ നിങ്ങളെ, അതായത് ഈ മണ്ഡലത്തിലെ MLA ഉടനെ നടപടി എടുക്കണം. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും നടപടി എടുത്തില്ലേ അന്ന് തന്നെ ഗവൺമെന്റ് ഡിസ്പോൾവ് ചെയ്യുന്നതിന് ഗവർണറുടെ നിയമത്തിൽ പറയുന്നുണ്ടോ. തെറ്റ് ചെയ്തവർക്ക് ഈ ദേവാലയത്തിൽ പാപക്കര കളഞ്ഞ് മാപ്പ് കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങൾക്ക് അതുപോലെ മാപ്പ് കിട്ടുമോ ഫാദറെ? ഇല്ല സുബ്രഹ്മണി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഒരു ജീവന്റെ വില എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി ഇപ്പം നീ ചെയ്ത ഈ പ്രവൃത്തി തെറ്റാണെന്ന് നീ കരുതുന്നു. എന്നാൽ കഷ്ടപ്പാടിൻ്റെ വില എന്തെന്നറിഞ്ഞ് ജീവിക്കുന്ന നിങ്ങളുടെ ഗ്രാമത്തിന് അവകാശപ്പെട്ട സാധനങ്ങൾ മറച്ചുവിറ്റില്ലേ, അവരല്ലേ വാസ്തവത്തിൽ തെറ്റുകാർ. നിങ്ങളെടുത്ത തീരുമാനം ശരിയാണ് സുബ്രഹ്മണി. അതിനുവേണ്ടി നിങ്ങൾ പാപപരിഹാരം ചെയ്യേണ്ട യാതൊരു ആവശ്യകതയുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നാളെ നേരം വെളുക്കുമ്പോ അത്തിപ്പെട്ടിയിലുള്ള ഒരു ജീവൻ പോലും ബാക്കിയുണ്ടാവരുത്. അത്തിപ്പെട്ടിന്നൊരു ഗ്രാമം റെക്കാർഡിൽ പോലും ഉണ്ടാവരുത്. അത്തിപ്പട്ടി നശിക്കണം. ആ നാട്ടിലുള്ളവരെല്ലാവരും കടലിന്റെ അടിയിലാക്കണം. കാറ്റും കോളും വന്നിട്ട് അതിലുണ്ടായ പേമാരിയില് അവിടെ നിന്ന് മീൻ പിടിക്കാൻ പോയ മുക്കോമാര് കടലിനടിയിലേക്ക് പോയെന്ന് ഞാൻ റെക്കോർഡുണ്ടാക്കിക്കോളാം. എടാ സുബ്രഹ്മണി, നിയമത്തിന്റെ വഴിക്ക് പോവാണോ? പോടാ പോ. ആത്തിപ്പെട്ടിയെ അപകട മേഖലയാണെന്ന് നിയമത്തിലൂടെ ഞാൻ മാറ്റിയെടുക്കും. ആർക്കും ഇത് മാറ്റാൻ കഴിയില്ല സുബ്രഹ്മണി. എന്തുകൊണ്ടെന്നാൽ നീ നിന്നത് ധർമ്മത്തിൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് ഒരാപത്തും സംഭവിക്കില്ല. നാളെ ഡിസംബർ 25 ഉണ്ണിയേശു പിറന്ന ദിവസം ദൈവം സാക്ഷിയായി പറയുന്നു, പോയതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, തിരിച്ചു വന്നിരിക്കും. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഈ മഴയിൽ ഒലിച്ചു പോകട്ടെ, ഒലിച്ചു പോകുമാറാകട്ടെ.